ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 17-ാം അധ്യായം. ശ്രീ ശുക ഉവാച. യതശ്ചാന്തർഹിതോനന്ദസ്തസ്യൈ കൃത്വാ ദിശേ നമഃ വിദ്യാധരശ്ചിത്രകേതുശ്ചചാര ഗഗനേചരഃ. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. അമിതമായ ഐശ്വര്യത്തെ പ്രാപിച്ച് ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന വിദ്യാധരനായ ചിത്രകേതു പരമേശ്വരനെ പരിഹസിക്കയാൽ പാർവതിയുടെ ശാപനിമിത്തം വൃത്രാസുരനായി ഭവിച്ച കഥ ഈ അധ്യായത്തിൽ വിസ്തരിക്കുന്നു. ഭഗവാൻ ആദിശേഷമൂർത്തി ഏതു ദിക്കിൽ മറഞ്ഞുവോ ആ ദിക്കു നോക്കി നമസ്കരിച്ച ശേഷം വിദ്യാധരനായ ചിത്രകേതു ആകാശത്തിൽ സഞ്ചരിച്ചു. സലക്ഷം വർഷലക്ഷാണാം അവ്യാഹത ബലേന്ദ്രിയഃ സ്തൂയമാനോ മഹായോഗി മുനിഭിർസിദ്ധചാരണൈഃ കുലാചലേന്ദ്രദ്രോണീഷു നാനാസങ്കൽപ്പസിദ്ധിഷു രേമേ വിദ്യാധരസ്ത്രീഭിർഗാപയൻ ഹരിമീശ്വരം. അനേക ലക്ഷം വർഷക്കാലം ശരീരബലത്തോടും ഇന്ദ്രിയ സാമർഥ്യത്തോടും കൂടിയ മഹായോഗിയായ ആ വിദ്യാധരവതി ഭഗവത് ഭക്തി നിമിത്തം അഷ്ടസിദ്ധികളോട് കൂടിയവനായതിനാൽ സിദ്ധന്മാരാലും ചാരണന്മാരാലും മുനികളാലും സ്തുതിക്കപ്പെടുന്നവനായിട്ട് വിദ്യാധര സ്ത്രീകളെ കൊണ്ട് സർവേശ്വരനായ ശ്രീഹരിയെക്കുറിച്ച് കീർത്തനം ചെയ്യിച്ചും കൊണ്ട് മഹാമേരു പർവ്വതത്തിൻ്റെ പ്രധാന ഗുഹകളിൽ ക്രീഡിച്ചുകൊണ്ടിരുന്നു. ആ ഗുഹകളിൽ വസിക്കുന്നവർ എന്തോന്ന് സങ്കല്പിക്കുന്നുവോ ആ വസ്തുക്കളെല്ലാം അപ്പോൾ തന്നെ അവിടെ ലഭിക്കും. സിദ്ധന്മാർക്കല്ലാതെ ആ സ്ഥലങ്ങളിൽ പ്രവേശനം ലഭിക്കുകയില്ല. ഏകദാസവിമാനേന വിഷ്ണുദത്തേന ഭാസ്വത ഗിരിശം ദദൃശേ ഗച്ഛൻ പരീതം സിദ്ധചാരണൈഃ. ശ്രീഹരിയാൽ നൽകപ്പെട്ടതും ഏറ്റവും ശോഭയുള്ളതുമായ വിമാനത്തിലിരുന്ന് സഞ്ചരിക്കുന്ന അവൻ ഒരിക്കൽ സിദ്ധചാരണന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ശ്രീ ശിവനെ കണ്ടു. ആലിംഗ്യാംഗീകൃതാം ദേവീം ബാഹുന മുനി സംസദി ഉവാച ദേവ്യാ ശൃണ്വത്യ ജഹാസോച്ചൈസ്തദന്തികേ. മുനിമാരുടെ സദസ്സിൽ ഭഗവാൻ ശ്രീശിവൻ പാർവതീദേവിയെ മടിയിലിരുത്തി ഒരു കൈകൊണ്ട് ആലിംഗനം ചെയ്തിരിക്കുകയായിരുന്നു. ചിത്രകേതു സന്നിധിയിൽ പ്രവേശിച്ച് ഉച്ചത്തിൽ ചിരിച്ചു. ഉമാദേവി കേട്ടുകൊണ്ടിരിക്കെ ഇങ്ങനെ പറഞ്ഞു. ചിത്രകേതുരുവാച. ഏഷ ലോകഗുരു സാക്ഷാത് ധർമ്മം വക്താ ശരീരിണാം ആസ്തേ മുഖ്യസഭായാം വൈ മിഥുനീഭൂയ ഭാര്യയാ. ചിത്രകേതു പറഞ്ഞു. ശരീരികൾക്ക് ധർമ്മം ഉപദേശിക്കുന്ന സാക്ഷാൽ ലോകഗുരുവായ ഇദ്ദേഹം സദസ്സിൽ മുഖ്യനാകുന്നു. ആ സഭയിൽ തന്നെ ഭാര്യയോടും കൂടി ചേർന്നിരിക്കുന്നു. ജഡാധരസ്തീവ്രതവ ബ്രഹ്മവാദി സഭാപതി അംഗീകൃത്യ സ്ത്രിയം ചാസ്തേ ഗദഹ്രീ പ്രാകൃതോ യഥാ. വേഷഭൂഷാദികൾക്കും യോജിച്ചതല്ല ആ ഇരിപ്പെന്നു സാധിക്കുന്നു. ജഡധരിച്ചും തീവ്രമായ തപസ്സാചരിച്ചും വേദമാർഗത്തെ നിലനിർത്തിയും കൊണ്ടാണ് സഭാപതി സ്ഥാനം ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ദേവൻ ഒരു സാധാരണൻ എന്ന പോലെ ലജ്ജാഹീനനായിട്ട് സ്ത്രീയെ മടിയിലിരുത്തി സഭയിൽ വസിക്കുന്നു. പ്രായശ പ്രാകൃതാശ്ചാപി സ്ത്രീയം രഹസി ബിഭ്രതി അയം മഹാവ്രതധരോ ബിഭർത്തി സദസി സ്ത്രീയം. പ്രാകൃതന്മാർ കൂടി ഈ വിധം നിർലജ്ജരല്ല. അവർ സ്ത്രീയോട് കൂടി ഏകാന്ത സ്ഥാനത്തിൽ മാത്രമേ ചേർന്നിരിക്കുകയുള്ളൂ. ബ്രഹ്മചാരിയായ ഇദ്ദേഹമോ സദസ്സിൽ സ്ത്രീയെ വഹിച്ചിരിക്കുന്നു. ശ്രീശുക ഉവാച. ഭഗവാനഭി തച്ഛ്രുത്വാ പ്രഹസ്യാഗാദധീർനൃപ തൂഷ്ണീം ബഭൂവ സദസി സഭ്യാശ്ച തദനുവ്രതാഃ. ശ്രീശുഗമുനി അരുളി ചെയ്തു. ഹേ രാജൻ, സർവജ്ഞനായ ഭഗവാൻ ശ്രീശിവൻ അത് കേട്ടപ്പോൾ ചിരിച്ചും കൊണ്ട് മൗനമായിരുന്നു. സദസ്സിലുണ്ടായിരുന്ന സഭ്യന്മാരും ഒന്നും പറയാതെ മൗനം ആലംബിച്ചു. ഇത്യധീര്യ വിദുഷി ബ്രുവാണേ ബഹ്വശോഭനം രുഷാഹ ദേവീ ദൃഷ്ടായ നിർജിതാത്മാഭിമാനിനെ. ഭഗവാൻ ശ്രീശിവൻ സ്വതന്ത്രനും വിഷയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന മഹേശ്വരനുമാണെന്ന് അറിവില്ലാത്ത ചിത്രകേതു ഇപ്രകാരം അമംഗളകരമായ ദുർവാക്യം അധികമായി പറയുന്നത് കേട്ട് കോപിച്ച പാർവതീദേവി ദേഹാന്ദ്രിയാദികളെ ജയിച്ചവൻ ഞാൻ എന്നുള്ള അഭിമാനത്തോടുകൂടി ഈശ്വരനെ നിന്ദിക്കുന്നതിൽ ശങ്കയില്ലാതിരിക്കുന്ന ആ വിദ്യാധരപതിയോട് ഇപ്രകാരം പറഞ്ഞു. പാർവത്യുവാച. അയം കിമധുനാ ലോകേ ശാസ്താദണ്ഡധര പ്രഭു അസ്മദ്വിധാനാം
ദുഷ്ടാനാം നിർലജ്ജാനാം ച വിപ്രകൃത്. പാർവതീദേവി പറഞ്ഞു, ലജ്ജാഹീനന്മാരും ദുഷ്ടന്മാരുമായ ഞങ്ങളെപ്പോലെയുള്ളവരെ വിരോധിച്ചും ശാസിച്ചും ദണ്ഡിപ്പാനുമുള്ള അധികാരം വഹിക്കുന്ന പ്രഭു ലോകത്തിൽ ഇപ്പോൾ ഇവനാകുന്നുവോ? കൊള്ളാം, ഇങ്ങനെ ഒരു പ്രഭു ആവശ്യം തന്നെ. ന വേദധർമ്മം കില പത്മയോനിർ ന ബ്രഹ്മപുത്ര ഭൃഗുനാരദാദ്യാഹ ന വൈകുമാര കപിലോ മനുശ്ച യേനോ നിഷേദ്യന്ത്യതിവർത്തിനം ഹരം. ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാഭിപത്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മദേവനും പുത്രന്മാരായ ഭൃഗു, നാരദൻ മുതലായ മഹർഷിമാരും സനത്കുമാരനും കപിലമുനിയും മനുവും ധർമ്മം അറിയാത്തവരാണല്ലോ. അതുകൊണ്ടായിരിക്കാം ശാസ്ത്രമര്യാദയെ അതിക്രമിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ശ്രീശിവനെ അവരാരും ഈ അധർമ്മ പ്രവൃത്തിയിൽ നിന്ന് വിരോധിക്കാതിരുന്നത്. ഏഷാമനുദ്ധ്യേയ പദാബ്ജയുഗ്മം ജഗദ്ഗുരു മംഗളമംഗളം സ്വയം യക്ഷത്രബന്ധു പരിഭൂയ സൂര്യൻ പ്രശാസ്തി ദൃഷ്ടസ്തദയം ഹി ദണ്ഡ്യഃ. ബ്രഹ്മാദികളായ ദേവന്മാർ യാതൊരുവിൻ്റെ പാതാരവിന്ദയുഗളത്തെ നിരന്തരം ധ്യാനിക്കുന്നുവോ, യാതൊരുവൻ സ്വതേ തന്നെ മംഗളങ്ങളുടെ മംഗളസ്വരൂപനും ജഗത് പൂജ്യനുമായിരിക്കുന്നുവോ, ബ്രഹ്മാദികളായ ദേവന്മാരെ എല്ലാം ധിക്കരിച്ചിട്ട് യാതൊരു ക്ഷത്രിയാതമൻ ആ ദേവനെ ലജ്ജ കൂടാതെ ശാസിക്കുന്നു, ആയി ഇവൻ ദണ്ഡിക്കപ്പെടുവാൻ യോഗ്യനാകുന്നു. മഹാന്മാരെ അതിക്രമിക്കുന്ന ഈ ക്ഷത്രബന്ധുവിനെ ദണ്ഡിക്കാതിരിപ്പാൻ പാടില്ല. നായമർഹതി വൈകുണ്ഠപാദമൂലോപസർപ്പണം സംഭാവിതമതിസ്തബ്ധഃ സാധുഭിപ്പര്യുപാസിതം. വണക്കവും അടക്കവുമുള്ള സാധുക്കളാൽ ആദരപൂർവ്വം സേവിക്കപ്പെടുന്ന ശ്രീനാരായണ പാദാരവിന്ദം പ്രാപിക്കാൻ ഇവൻ യോഗ്യനല്ല. എന്തുകൊണ്ടെന്നാൽ ഇവൻ തന്നെത്താൻ ഉത്തമനെന്ന് വിചാരിച്ച് ഗർവിക്കുന്നവനാകുന്നു. അധപ്പാപീയസീം യോനീം ആസുരീം യാഹി ദുർമദേ യദേഹ ഭൂയോ മഹദാം നക്കർത്താ പുത്ര കിൽബിഷം. അതുകൊണ്ട് ഹേ ദുർബുദ്ധിയുള്ള പുത്ര, ഇനിമേൽ മഹാന്മാരുടെ നേരെ അതിക്രമം കാണിക്കാതിരിപ്പാനുള്ള വിവേകം ഉണ്ടാകുവാനായി നിന്നെ ഞാൻ ശിക്ഷിക്കുന്നു. അതിപാപികൾക്ക് ജനിപ്പാൻ യോഗ്യമായ അസുരയോനിയെ നീ പ്രാപിച്ചാലും. ശ്രീ ശുഗവുവാച. ഏവം ശബ്ദശ്ചിത്രകേതുർ വിമാനാദവരുഹ്യ സഹ പ്രസാദയാമാസ സതീം മൂർധ്നാ നമ്രേണ ഭാരത. ശ്രീ ശുഗമുനി അരുളി ചെയ്തു, ഹേ ഭാരതകുലത്തിൽ ജനിച്ച രാജശ്രേഷ്ഠ, ഇപ്രകാരം ശപിക്കപ്പെട്ട ആ ചിത്രകേതു വിമാനത്തിൽ നിന്നിറങ്ങി ശ്രീ പാർവതീദേവിയുടെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രസാദിപ്പിച്ചു. ചിത്രകേതുരുവാച. പ്രതിഗൃഹ്ണാമി തേ ശാപമാത്മനോഞ്ജലിനാംബികേ ദേവേർമർത്യായ യത് പ്രോക്തം പൂർവദിഷ്ടം ഹിതസ്യ തത്. ചിത്രകേതു പറഞ്ഞു, ഹേ ജനനി, അങ്ങ് ചെയ്ത ശാപത്തെ ഞാൻ 2 കൈകൊണ്ടും സ്വീകരിക്കുന്നു. ദേവന്മാരാൽ മനുഷ്യരെ ഉദ്ദേശിച്ചു പറയപ്പെടുന്നത് മനുഷ്യരുടെ ജന്മാന്തര കർമ്മഫലമാകുന്നു. ദേവന്മാർ മനുഷ്യരെ വൃഥാ ശപിക്കുകയില്ല. മനുഷ്യർക്ക് അവകാശപ്പെട്ട സദ്ബലത്തെയോ അസദ്ബലത്തെയോ ദേവന്മാർ അനുഗ്രഹ നിഗ്രഹദ്വാര അവർക്ക് കൊടുക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് അനുഭവിപ്പാൻ അവകാശപ്പെട്ട ഈ ശാപത്തെ ഞാൻ സ്വീകരിക്കുന്നു. സംസാരചക്രയേതസ്മിൻ ജന്തുരജ്ഞാനമോഹിതഃ ഭ്രാമ്യൻ സുഖം ച ദുഃഖം ച പുങ്ക്തേ സർവത്ര സർവദാ. ഇത് സംസാരചക്ര സ്വഭാവം തന്നെ. അതിൽ ദുഃഖിപ്പാനോ സന്തോഷിപ്പാനോ അവകാശമില്ല. ചക്രം പോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംസാരത്തിൽ അജ്ഞാനം നിമിത്തം സ്വസ്വരൂപത്തെ മറന്ന് ദേഹാത്മഭാവനയോടുകൂടി ജനിക്കുന്ന പ്രാണിവർഗം ഇഹത്തിലും പരത്തിലും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. നൈവാത്മാന പരശ്ചാപി കർത്താ സ്യാത് സുഖദുഃഖയോഃ കർത്താരം മന്യതേ പ്രാജ്ഞ ആത്മാനം പരമേവ ച. ഒരുവൻ്റെ സുഖദുഃഖങ്ങളുടെ കർത്തൃത്വം അവനിലോ അവൻ്റെ ശത്രുവിലോ ഇരിക്കുന്നില്ല. വിവേകഹീനൻ സുഖദുഃഖങ്ങളുടെ കർത്താവായിട്ട് തന്നെയും തൻ്റെ ശത്രുവിനെയും വിചാരിക്കുന്നു. താൻ നിമിത്തം തനിക്ക് സുഖവും ശത്രുനിമിത്തം ദുഃഖവുമുണ്ടായതായി വിചാരിക്കുന്നത് മൂഢലക്ഷണമാണ്. ഗുണപ്രവാഹയേതസ്മിൻ കശാപക്കോനുഗ്രഹഃ കസ്വർഗോ നരകോ വാ കിം സുഖം ദുഃഖമേവ ച. സുഖദുഃഖാദിഭാവങ്ങളെ അംഗീകരിച്ച് ജീവിതം പറഞ്ഞതിൽ പിന്നെ സുഖദുഃഖാദിഭാവം തന്നെ നിരൂപിപ്പാൻ സാധിക്കാത്തതാണെന്ന് പറയുന്നു. സത്വാദി ഗുണങ്ങളുടെ കാര്യരൂപമായിട്ട് പ്രവാഹരൂപേണ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഈ സംസാരം
മായാമയമാകയാൽ ശാപം, അനുഗ്രഹം, സ്വർഗം, നരകം, സുഖം, ദുഃഖം എന്നിവയ്ക്ക് ആസ്പദമെന്തിരിക്കുന്നു? മിഥ്യാഭൂതമായ സംസാരത്തിൽ ഒന്നും തന്നെ വാസ്തവമല്ലാതിരിക്കെ സുഖദുഃഖാദി ഭേദഭാവന മൗഢ്യവിലാസമെന്നല്ലാതെ വാസ്തവത്തിൽ അതൊന്നും തന്നെ ഉള്ളതല്ല. ഏകസൃജതി ഭൂതാനി ഭഗവാനാത്മമായയാ യേഷാം ബന്ധം ച മോക്ഷം ച സുഖം ദുഃഖം ച നിഷ്കളഃ. ഏകനായ പരമേശ്വരൻ തൻ്റെ മായാശക്തി കൊണ്ട് പ്രാണികളെയും അവർക്ക് ബന്ധമോക്ഷങ്ങളെയും സുഖദുഃഖങ്ങളും സൃഷ്ടിക്കുന്നു. ഭഗവാനാകട്ടെ മായാഗുണങ്ങളിൽ നിന്ന് വേറിട്ടുമിരിക്കുന്നു. ന തസ്യ കശ്ചിദ്ദയിദ പ്രദീപോ നജ്ഞാതിബന്ധുർന പരോ ന ജസ്വഃ സമസ്യ സർവത്ര നിരഞ്ജനസ്യ സുഖേന രാഗ കുതയേവ രോഷഃ. സ്രഷ്ടാവായ ഈശ്വരന് പ്രിയനായിട്ടൊരുവനുമില്ല, അപ്രിയനായിട്ടുമില്ല. ജ്ഞാതിയായിട്ടോ ബന്ധുവായിട്ടോ അന്യനായിട്ടോ സ്വകീയനായിട്ടോ യാതൊരുവനുമില്ല. ഒന്നിനോടും സംബന്ധപ്പെടാതിരിക്കുന്ന ഈശ്വരന് സുഖത്തിൽ താൽപ്പര്യവുമില്ല. രാഗമില്ലാത്തതുകൊണ്ട് കോപമില്ലെന്ന് പറയണമെന്നില്ലല്ലോ. ലോകത്തിൽ കാണപ്പെടുന്ന ഉച്ചനീചഭാവങ്ങൾക്ക് പ്രാണികളുടെ കർമ്മം തന്നെ കാരണം. ഈശ്വരൻ സർവത്ര സമനായിരിക്കുന്നു. തഥാപി തച്ഛക്തി വിസർഗയേഷാം സുഖായ ദുഃഖായ ഹിതാഹിതായ ബന്ധായ മോക്ഷായ ച മൃത്യുജന്മനോഹോ ശരീരിണാം സംസൃതയേവ കൽപ്പതേ. മായാമയമാണെങ്കിലും ഈശ്വരഭക്തിയുടെ മായയുടെ അംശങ്ങളായ വിദ്യ, അവിദ്യ, സത്വം, രജസ്, തമസ് എന്നിവയുടെ കാര്യസ്വരൂപമായ പുണ്യപാപലക്ഷണകർമ്മം പ്രാണികളുടെ സുഖദുഃഖങ്ങൾക്കും ഹിതാഹിതങ്ങൾക്കും ബന്ധമോക്ഷങ്ങൾക്കും ജനന മരണങ്ങൾക്കും എന്നു വേണ്ട സംസാരത്തിലുള്ള സകല വികാരങ്ങൾക്കും കാരണമായി ഭവിക്കുന്നു. അധപ്രസാദയേന ത്വാം ശാപമോക്ഷായ ഭാമിനി യന്മന്യസേ അസാധൂക്തം മമ തത്ക്ഷമ്യതാം സതി. പ്രാണികളുടെ സുഖദുഃഖങ്ങൾ കർമാധീനങ്ങളായിരിക്കുന്നതുകൊണ്ട് ഹേ ശോഭനെ, ഞാൻ ഭവതിയെ പ്രസാദിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ശാപമോക്ഷത്തിനായിക്കൊണ്ടല്ല. പിന്നെ എന്തിനായിട്ടെന്നാൽ പറയാം. ഞാൻ ന്യായവിരോധമായി ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും എൻ്റെ വചനം സാധുവല്ലെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടല്ലോ. എൻ്റെ ആ കുറ്റം ക്ഷമിക്കണം. സതിയായ അങ്ങയ്ക്ക് ക്ഷമ തന്നെ യോഗ്യമായിരിക്കുന്നത്. ശ്രീശുക ഉവാച ഇതി പ്രസാദ്യ ഗിരിശൗ ചിത്രകേതുരരിന്ദമ ജഗാമസ്സോ വിമാനേന പശ്യതോസ്മയതോസ്തദയോഹോ. ശ്രീശുകമുനി അരുളി ചെയ്തു. ഇപ്രകാരം പറഞ്ഞിട്ട് പാർവതിയെയും പരമേശ്വരനെയും പ്രസാദിപ്പിച്ചു. ആശ്ചര്യരസത്തെ പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുന്ന അവർ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കെ ഹേ വീരനായ രാജാവെ, ചിത്രകേതു തൻ്റെ വിമാനത്തിലിരുന്ന് പോകുകയും ചെയ്തു. തതസ്തു ഭഗവാൻ രുദ്രോ രുദ്രാണീമിതമബ്രവീത് ദേവർഷി ദൈത്യസിദ്ധാനാം പാർഷദാനാം ച ശൃണ്വതാം. അനന്തരം ജ്ഞാനാദി ഷഡ്ഗുണ പരിപൂർണനായ ശ്രീ രുദ്രനാകട്ടെ ദേവന്മാർ, ഋഷികൾ, അസുരന്മാർ, സിദ്ധന്മാർ, പാർഷദന്മാർ ഇവരെല്ലാം കേട്ടുകൊണ്ടിരിക്കെ ശ്രീ പാർവതീദേവിയോട് ഇപ്രകാരം പറഞ്ഞു. എല്ലാവരും ധരിപ്പാൻ വേണ്ടി പാർവതിയെ നോക്കി പറഞ്ഞു. ശ്രീ രുദ്ര ഉവാച ദൃഷ്ടവത്യ ശിശുശ്രോണി ഹരേതദ്ഭുതകർമ്മണഃ മാഹാത്മ്യം ഭൃത്യഭൃത്യാനാം നിസ്പൃഹാണാം മഹാത്മനാം. ശ്രീരുദ്രൻ പറഞ്ഞു, ഹേ സുന്ദരി, ആശ്ചര്യകരങ്ങളായ പ്രവൃത്തികളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീഹരിയുടെയും അവിടുത്തെ പേരിൽ തന്നെ മനസ്സിരുത്തിക്കൊണ്ടും മറ്റു യാതൊന്നിനെയും ആഗ്രഹിക്കാതെയുമിരിക്കുന്ന ഹരിഭൃത്യന്മാരായ നാരദാദികളുടെയും അവരുടെ ഭൃത്യന്മാരായ ചിത്രകേതുവിനെ പോലെയുള്ളവരുടെയും മാഹാത്മ്യത്തെ പ്രത്യക്ഷമായി കണ്ടില്ലയോ? നാരായണ പരാ സർവേന കുതശ്ചന ബിഭ്യതി സ്വർഗാപവർഗ നരകേഷ്വഭിതുല്യാർത്ഥദർശിനഃ. ശ്രീനാരായണനിൽ പരമപ്രേമമുള്ളവരെല്ലാവരും യാതൊന്നിൽ നിന്നും ഭയപ്പെടുന്നവരല്ല. സ്വർഗത്തിലും മോക്ഷപ്രാപ്തിയിലും നരകത്തിലും ഒരുപോലെയുള്ള ഭാവത്തെ കാണുന്നത് അവരുടെ സ്വഭാവമാകുന്നു. സുഖദുഃഖാദ്യവസ്ഥകളിൽ മോഹിക്കുന്നവരല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഭയമില്ലാത്തത്. ദേഹിനാം ദേഹസംയോഗാദ്വന്ദ്വാനീശ്വരലീലയാ സുഖം ദുഃഖം ഹൃദിർജന്മ ശാപോനുഗ്രഹയേവ ച. സ്വർഗ നരക മോക്ഷപ്രാപ്തികളിൽ അവർ തുല്യഭാവമുണ്ടാകുന്നതിന് ചിത്രകേതു പറഞ്ഞ കാരണത്തെ തന്നെ ഭഗവാൻ അനുവദിച്ചുറപ്പിക്കുന്നു. സൃഷ്ട്യാദി ലീലകളെ ഈശ്വരൻ അംഗീകരിച്ചതുകൊണ്ട് ദേഹികൾക്ക് ദേഹസംയോഗമുണ്ടാകുന്നു. അത് നിമിത്തം സുഖം, ദുഃഖം, ജനനം, മരണം, ശാപം, അനുഗ്രഹം എന്നിങ്ങനെ
ഒന്നിനോടൊന്ന് വിപരീതമായിരിക്കുന്ന ഭാവങ്ങളായ ദ്വന്ദ്വങ്ങൾ സംഭവിക്കുന്നു. അവിവേകകൃത പുംസോ ഹെർത്തഭേദൈവാത്മനി ഗുണദോഷവികൽപശ്ച ഭിദേവസ്രജിവത്കൃതഃ. ഇഷ്ടം അനിഷ്ടം എന്ന ഭാവം മനസ്സിൽ തോന്നുന്നത് യാതൊന്നോ അത് വാസ്തവമല്ല, മായാകൽപ്പിതമാകുന്നു. അന്ധക്കരണധർമ്മങ്ങളായ സുഖദുഃഖാദികളെയും ദേഹധർമ്മങ്ങളായ ജനനമരണങ്ങളെയും ആത്മധർമ്മങ്ങളായിട്ട് കരുതുന്നത് പുരുഷൻ്റെ അവിവേകമാകുന്നു. ദേഹത്തെയും അന്ധക്കരണങ്ങളെയും ആത്മാവായിട്ട് ധരിക്കുന്നത് തന്നെ അവിവേകം. സ്വപ്നത്തിൽ താൻ മാത്രമല്ലാതെ മറ്റു യാതൊന്നുമില്ലാതിരിക്കെ ജാഗ്രത് വാസനയുടെ ബലത്താൽ സൃഷ്ടിക്കുന്ന പദാർത്ഥങ്ങളെന്ന പോലെ ഗുണദോഷ കൽപ്പനകൾ മിഥ്യയാകുന്നു. ജാഗ്രത അവസ്ഥയിൽ കയറിനെ കണ്ട് പാമ്പെന്ന് ധരിക്കുന്നത് പോലെ പരമാർത്ഥ തത്വത്തെ ശരിയായി ധരിക്കാത്തതുകൊണ്ട് സുഖം ദുഃഖം എന്നുള്ള ഭേദം തോന്നുന്നതാകുന്നു. വാസുദേവേ ഭഗവതി ഭക്തിമുദ്വഹതാം നൃണാം ജ്ഞാനവൈരാഗ്യവീര്യാണാം നേഹ കശ്ചിദ്യപാശ്രയഃ. സർവൈശ്വര്യ പരിപൂർണനായ വാസുദേവനിൽ പരമപ്രേമലക്ഷണയായ ഭക്തി യാതൊരുവർക്കുണ്ടാകുന്നുവോ അവർക്ക് വിഷയങ്ങളിൽ വിരക്തിയും ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള പരമാർത്ഥ ബോധവും ഉണ്ടാകും. ഇത് രണ്ടിൻ്റെയും ബലത്താൽ ഭഗവാൻ ഏകനല്ലാതെ ആശ്രയണീയനായിട്ട് മറ്റു യാതൊന്നുമില്ല എന്നുള്ള ദൃഢബോധം അവർക്കുണ്ടാകും. നാഹം വിരിഞ്ചോ ന കുമാരനാരദോ ന ബ്രഹ്മപുത്ര മുനയഃ സുരേശ്വരാഃ വിദാമയസ്യേഹിതമംശകാംശക ന തത്സ്വരൂപം പൃഥഗീഷ്യമാനിനഃ. ഞാൻ, ബ്രഹ്മദേവൻ, സനത്കുമാരൻ, നാരദൻ, ബ്രഹ്മപുത്രന്മാരായ മറ്റു മുനികൾ, ദേവേന്ദ്രൻ മുതലായവർ യാതൊരുവിൻ്റെ അംശാംശ സംഭവന്മാരാണെങ്കിലും വേറിട്ടിരിക്കുന്ന ഈശ്വരന്മാരാണെന്ന അഭിമാനമുള്ളവരാകയാൽ ഈശ്വരൻ്റെ പരമാർത്ഥ സ്വരൂപത്തെയും അഭിപ്രായത്തെയും ശരിയായി അറിയുന്നില്ല. നഹ്യസ്യാസ്തി പ്രിയ കശ്ചിന്നാപ്രിയ സ്വപരോഭിവ ആത്മത്വാ സർവഭൂതാനാം സർവഭൂതപ്രിയോ ഹരിഹി. ശ്രീ ഭഗവാന് ഒരുവൻ പ്രിയനായിട്ടോ മറ്റൊരുവൻ അപ്രിയനായിട്ടോ വേറൊരുവൻ സ്വസംബന്ധിയായിട്ടോ അന്യൻ പരകീയനായിട്ടോ ഇല്ല. എല്ലാ പ്രാണികളിലും ആത്മാവായിരിക്കുന്നതുകൊണ്ട് ശ്രീഹരി സർവഭൂതങ്ങളിലും പ്രിയസ്വരൂപൻ തന്നെ. തസ്യ ചായം മഹാഭാഗശ്ചിത്രകേതു പ്രിയോനുഗഃ സർവത്ര സമദൃക്ശാന്തോ ഹ്യഹം ചൈവാച്യുതപ്രിയഃ. ഈ ചിത്രകേതു ശ്രീഹരിയിൽ പരമപ്രേമത്തോടുകൂടിയ ഭൃത്യനും സുഖദുഃഖാദ്യവസ്ഥാഭേദങ്ങളെ ഒരുപോലെ കാണുന്നവനും രാഗാദി വൃത്തികൾ അടങ്ങിയിരിക്കയാൽ ശാന്തനും മഹാഭാഗ്യവാനുമാകുന്നു. ഞാനും ശ്രീഹരിയെ ഭജിക്കുന്നവനാകുന്നു. ഞങ്ങൾ രണ്ടുപേരും ഏകനായ ശ്രീനാരായണനെ സേവിക്കുന്നവരാണ്. അതുകൊണ്ട് ചിത്രകേതുവിൽ എനിക്ക് ലേശവും അപ്രിയമോ കോപമോ ഇല്ല. ലോകമര്യാദയെ അനുസരിച്ച് മാത്രമാണ് ചിത്രകേതു പറഞ്ഞത് എന്നു ധരിക്കണം. തസ്മാന്ന വിസ്മയകാര്യഃ പുരുഷേഷു മഹാത്മസു മഹാപുരുഷഭക്തേഷു ശാന്തേഷു സമദർശിഷു. ഇങ്ങനെ സ്വാഭിപ്രായം പറഞ്ഞതിൽ പിന്നെ ശ്രീ പാർവതീദേവിയെ ശ്രീ ശിവൻ ശാസിക്കുന്നു. അതുകൊണ്ട് രാഗാദിവൃത്തികൾ അടങ്ങിയിരിക്കയാൽ ശാന്തന്മാരും എല്ലാറ്റിലും ഭേദമില്ലാതെ വസിക്കുന്ന പരമതത്വത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരും അപരിച്ഛിന്നമായ മനോഭാവത്തോടുകൂടിയവരും പുരുഷോത്തമനിൽ പരമപ്രേമലക്ഷണ ഭക്തിയോടുകൂടിയവരുമായ പുരുഷന്മാരിൽ ശാപം ഏൽപ്പിക്കുവാൻ തക്കവിധം സമർത്ഥയാകുന്നു ഞാൻ എന്നുള്ള ഗർവം ഉണ്ടാകാതിരിക്കണം. പ്രതിശാപം ചെയ്യാൻ അവർക്ക് ശക്തിയുണ്ട്, പക്ഷേ ശാന്തന്മാരാകയാൽ പ്രതിശപിക്കുന്നവരല്ലെന്നേയുള്ളൂ. ശ്രീ ശുക ഉവാച ഇതി ശ്രുത്വാ ഭഗവത ശിവസ്യോമാഭിഭാഷിതം ബഭൂവ ശാന്തധീരാജൻ ദേവി വിഗതവിസ്മയ. ശ്രീ ശുഗമുനി അരുളി ചെയ്തു, ഹേ രാജാവേ, ഇപ്രകാരം ഭഗവാൻ ശ്രീ ശിവൻ പറഞ്ഞത് കേട്ടപ്പോൾ ഉമാദേവിയുടെ ഗർവവും കോപവും ശമിച്ചു. ഇതി ഭാഗവതോ ദേവ്യാഃ പ്രതിശപ്തുമലം തമഃ മൂർധ്നാ സഞ്ജഗൃഹേ ശാപം ഏതാവത് സാധുലക്ഷണം. പകരം ശപിപ്പാൻ ഏറ്റവും പ്രാപ്തനാണെങ്കിലും ഭഗവത് ഭക്തനായ ചിത്രകേതു ദേവി ചെയ്ത ശാപത്തെ നിർവികാര ഭാവത്തോടുകൂടി സ്വീകരിച്ചു. പ്രതിശപിപ്പാൻ സാമർഥ്യമുണ്ടെങ്കിലും അന്യർക്ക് അപ്രിയം ചെയ്യാതിരിക്കുന്നത് തന്നെ സാധുലക്ഷണം. ജജ്ഞേ തുഷ്ടുർദക്ഷിണാഗ്നൗ ദാനവീം യോനിമാശ്രിതഃ വൃത്ര ഇത്യഭിവിഖ്യാതോ ജ്ഞാനവിജ്ഞാനസംയുതഃ. ദേവിയുടെ ശാപത്താൽ അസുരയോനിയെ ആശ്രയിച്ച ചിത്രകേതു ജന്മാന്തര ഭഗവത് ഭക്തി നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞാനത്തോടും ആത്മസാക്ഷാത്കാരത്തോടും കൂടി
വൃത്രൻ എന്നുള്ള പ്രസിദ്ധിയെ വഹിച്ചും കൊണ്ട് ത്വഷ്ടാവ് ഇന്ദ്രനെ സംഹരിക്കാൻ ഭൂതത്തെ ജനിപ്പിക്കുവാൻ സങ്കൽപ്പിച്ചു ചെയ്ത ആഭിചാര ഹോമാഗ്നിയിൽ നിന്ന് ജാതനായി. ബ്രഹ്മസദസ്സിൽ ദേവിയെ മടിയിലിരുത്തി ആലിംഗനം ചെയ്തതിൻ്റെ രഹസ്യാർത്ഥം പുരുഷൻ പ്രകൃതിയെ കടാക്ഷിക്കുന്നത് തന്നെ ലോകോത്പത്തിക്ക് കാരണം എന്ന തത്വത്തെ പ്രകാശിപ്പിച്ചതാണെന്ന സൂക്ഷ്മബോധം ചിത്രകേതുവിന് ഉണ്ടാകാതിരുന്നത് താത്കാലിക രജസ്സംബന്ധം നിമിത്തമാകയാൽ ആ ദോഷം നീങ്ങുവാൻ ഒരു ജന്മം വേണ്ടിവന്നുവെന്നും ധരിക്കണം. ഏതത്തെ സർവമാഖ്യാതം എന്മാം ത്വം പരിപൃച്ഛസി വൃത്രസ്യാസുരജാതേശ്ച കാരണം ഭഗവന്മദേഹേ. അസുരജാതിയിൽ ജനിച്ചവനായിരുന്നിട്ടും ഭഗവത് ഭക്തിയും അപരോക്ഷമായ ആത്മജ്ഞാനവും വൃത്രന് എങ്ങനെയുണ്ടായി എന്ന് അങ്ങു ചെയ്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ ചരിത്രം മുഴുവനും ഞാൻ അങ്ങയോട് പറഞ്ഞു. ഇതിഹാസമിമം പുണ്യം ചിത്രകേതോർമഹാത്മനഃ മാഹാത്മ്യം വിഷ്ണുഭക്താനാം ശ്രുത്വാ ബന്ധാദ്വിമുച്യതേ. ഈ കഥ കേൾക്കുന്നതുകൊണ്ടും കീർത്തിക്കുന്നത് കൊണ്ടുമുള്ള ബലം പറയുന്നു. മഹാത്മാവായ ചിത്രകേതുവിൻ്റെ പുണ്യമായ ഈ ചരിത്രവും വിഷ്ണുഭക്തന്മാരുടെ മാഹാത്മ്യവും കേൾക്കുന്ന പുരുഷൻ സംസാരബന്ധത്തിൽ നിന്ന് മുക്തനായി വരും. യേതത് പ്രാതരുത്തായ ശ്രദ്ധയാ വാഗ്യതപ്പടേത് ഇതിഹാസം ഹരിം സ്മൃത്വാ സയാതി പരമാം ഗതിം. കാലത്തെഴുന്നേറ്റ് മൗനമായിരുന്ന ശ്രീഹരിയെ സ്മരിച്ച ശേഷം യാതൊരുവൻ ഈ ചരിത്രം ശ്രദ്ധയോടുകൂടി കീർത്തനം ചെയ്യുമോ അവൻ പരമഗതിയെ പ്രാപിക്കും. 17-ാമത്തെ അധ്യായം സമാപിച്ചു. 18-ാം അധ്യായം അടുത്ത ദിവസം. ഹരിയോം.